KM ഷാജിയുടെ ഈ ഒരൊറ്റ പ്രസംഗം മതി നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിധിയെഴുതാൻ. ഷാജിയുടെ ഈ പ്രസംഗം മുഴുവൻ കേട്ടാൽ, ഷാജി ഉയർത്തിയ ഈ ചോദ്യങ്ങൾ നിലമ്പൂരിൽ മുഴങ്ങിയാൽ സ്വരാജ് കണ്ടം വഴി ഓടും എന്നതിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയന്റെ ഒരു അടിമയാണെന്നും ഈ പ്രസംഗത്തിലൂടെ KM ഷാജി വരച്ചു കാട്ടുന്നത്. ഈ പ്രസംഗം പരമാവധി നിലമ്പൂരിലെ വോട്ടർമാരിൽ എത്തിച്ചാൽ പിണറായി സർക്കാരിന്റെ ആണിക്കല്ലിളക്കുവാനുള്ള ആദ്യ സംഭാവന നിലമ്പൂരുകാർ നൽകും, ഉറപ്പാണ്. മത്സരിക്കുന്ന സ്വരാജ്, അദ്ദേഹത്തിനും പോകാൻ ചില ഇടങ്ങളുണ്ട്, ഞാൻ അദ്ദേഹത്തോട് പറയുന്നു. അത് പക്ഷെ ഇങ്ങനെ പോയി അനുഗ്രഹം വാങ്ങാനല്ല. ഒരു കാലത്ത് സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അനുയായിയാവാൻ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ വസ്ത്രരീതികൾ, അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ കടമെടുത്ത ഒരു കാലമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സ്വരാജിന്. അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ അമരക്കാരൻ, അതിന്റെ ഏറ്റവും പ്രാമാണികനായ നേതാവ്, എന്തൊക്കെ വിയോജിപ്പുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 10 റുപ്പികയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, അത് VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദനെ പിതൃശൂന്യൻ, തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചാണ് സ്വരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അനുഗ്രഹം വാങ്ങാനല്ല, മാപ്പ് പറയാൻ അവിടെ പോയതിനു ശേഷമാണ് സ്വരാജ് ഈ മണ്ഡലത്തിൽ കാലുകുത്തേണ്ടത് എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധം കൊണ്ട് പറയാൻ അദ്ദേഹത്തോട് ഒരു ഉപദേശം നൽകാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. സ്വരാജ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്രയേറെ വിധേയത്വം കാണിച്ചു മറ്റൊരു നേതാവിനെ, സ്വന്തം പാർട്ടിയിലെ തലമുതിർന്ന ഒരു നേതാവിനെ പിതൃശൂന്യൻ എന്ന് വിളിച്ചിട്ടു. അവസാനം മരുമകന്റെ കാര്യം വന്നപ്പോ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചുവെന്ന്, അന്ന് ഈ നിലമ്പൂരുകാരനല്ല എന്ന ബോധ്യം മറന്നുപോയി എന്ന് മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തി തോൽവി ഉറപ്പുവരുത്തി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സ്വരാജ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.